ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിന്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് യു എസ് ഇറാൻ ഒരു പീസ് ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നലേക്ക് അത് കുറച്ചുകൂടെ ഒന്ന് അഗ്രസീവ് ആയിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രസീവ്നെസ് ഉണ്ടായിരുന്നു. അത് കാരണം ക്രൂഡ് ഓയിൽ ഇന്നലെ ഒരു 5% മേളിൽ അപ്സൈഡിലേക്ക് പോയി. അത് നമ്മുടെ നിഫ്റ്റിയിലും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൺസൂണിന്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൺസൂൺ ഭയങ്കര ഡെഫിസിറ്റ് ആയിരുന്നു. ഒരു 35% 33% ഡെഫിസിറ്റ് വരും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഡേറ്റ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 16.8%-ലോട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഹാഫായിട്ട് അത് കട്ടായി പോയി. വളരെ നല്ലൊരു കാര്യമായിരുന്നു അത്. പിന്നെ യു എസ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻസ് തന്നെയാണ്. യു എസ് ഇറാൻ പ്രശ്നങ്ങൾ തിരിച്ച് വീണ്ടും തലപൊക്കുന്നു എന്നുള്ള ഒരു സംഭവം. ചൈനയ്ക്ക് സ്വന്തമായിട്ടൊരു സെമി കണ്ടക്ടർ ചിപ്പ് അവരുണ്ടാക്കി. അപ്പോൾ അത് കുറച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അത് കാരണം നമ്മുടെ എൻവിഡിയയും മൈക്രോൺ എല്ലാം അവിടെ വല്ലാണ്ട് വീഴുന്നു. ഞാൻ ഹൈനിക്സിന്റെയും സാംസങ്ങിന്റെയും നോക്കിയില്ല, കൊറിയൻ മാർക്കറ്റ് നോക്കിയില്ല. അതും നോക്കേണ്ടിയിരുന്നു. അതും മോസ്റ്റ്ലി വീഴുന്നിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. ബിക്കോസ് ഒരു കോമ്പറ്റീറ്റർ തലപൊക്കുന്നു എന്ന് പറയുമ്പോൾ അതും ചൈന ആയിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ത്രെട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ആ പൊസിഷൻ പേഴ്സണലി എൻട്രി എടുത്തില്ല. ഓക്കെ, ഇതിപ്പോ 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ചാർട്ട് കണ്ടാൽ അറിയാം. മാർക്കറ്റ് കയറി പൊക്കൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലേ. ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരുന്നു. ആ വീഴുന്ന ക്യാൻഡിൽ ആണെങ്കിൽ അത്യാവശ്യം ഗുഡാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഒരു മിനിറ്റത്തിന്റെ ഓഡിയോ മാത്രമാണ് ഞാൻ അവിടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ആ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിനകത്ത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്ന അടുത്ത ലെവല് 24,520 എന്നുള്ളതായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഞാനിവിടെ വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും. 520 വരച്ചു കഴിഞ്ഞാൽ 520 ഓൾമോസ്റ്റ് അത് വന്ന് ഹിറ്റ് ചെയ്ത് നിന്നത്. ഓക്കെ, അതിനുശേഷം വീഴുന്നു. അത് കഴിഞ്ഞാൽ 24,600 ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഫ്രീ ആയിട്ട് ഒരു റാലിക്കുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് കണ്ടു. ആ സെൽ ഓഫിന് ശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ള 24,400, ആക്ച്വലി ഇതിലല്ല ചാർട്ട് കാണിക്കാനുള്ളത്, ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ ട്രേഡ് ചെയ്യുന്ന നമ്മൾ സ്ഥിരം കാണുന്ന ചാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇത് ഇന്നലെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഓക്കെ, ഇത് ഫുള്ള് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. നമുക്ക് തൽക്കാലം ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, മാർക്കറ്റ് ഈ 24,520 എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഏറ്റവും ഇന്നലത്തെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞാൽ 24,600 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നതും ഇത് തന്നെയായിരുന്നു. മാർക്കറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവല് 24,440. മാർക്കറ്റ് അതിന് മേളിൽ നിൽക്കണം. എക്സ്പയറിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 24,500 താഴെയുള്ള ഒരു സംഖ്യയാണ്. അപ്പോൾ ഒരു 440-നും ഒരു 500 ഇടയിൽ, ഇല്ലെങ്കിൽ 400-നും 500-നും ഇടയിലാണ് ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നാൽ അതുവരെ സംഭവിച്ചു. ഇന്നലെ ഉച്ച വരെ ഒരു 2 മണി വരെ ഇത് സംഭവിച്ചു. അതിനുശേഷം വീണ്ടും ഒരു വലിയൊരു വീഴ്ച അവിടെ സംഭവിച്ചു. അപ്പോൾ ഈ ഒരു വീഴ്ചയോടുകൂടി മാർക്കറ്റിൻ്റെ ആ ഒരു കയറിപ്പോകുന്ന ബുള്ളിഷ്നെസ്സിനുള്ള ഒരു ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഫ്ലാറ്റ് ആവാനുള്ള ഒരു സാധ്യതയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ചാർട്ടിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 24,240 ഇവിടുത്തെ സപ്പോർട്ട്. മാർക്കറ്റ് ഒരിക്കൽ ഇതിന് താഴെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അതിൻ്റെ ടാർഗറ്റ് 24,500 ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇതിൻ്റെ ഹാഫിലേക്ക് ഇന്നലത്തെ ആ ഒരു അവസാനത്തെ 2 15 മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റിങ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വന്നതിന് ശേഷം
ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ സപ്പോർട്ടിന്റെ തൊട്ടടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അനാലിസിസിലേക്ക് കടക്കാം. ഇന്നത്തെ അനാലിസിസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇതാണ്. ഇതിലും താഴെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. സോ ഈ ഒരു ബോക്സിൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ ഇതിനൊരു 260 280 പോയിട്ട് ഇതിനൊരു പുഷ് ചെയ്ത് താഴേക്ക് വരാം, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് പുഷ് ചെയ്ത് താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു പോസിറ്റിവിറ്റി ഏരിയയിൽ നിന്ന്, ഇതായിരുന്നു ആ പോസിറ്റിവിറ്റി ഏരിയയിൽ നിന്ന് ഇന്ന് എങ്ങാനും മാർക്കറ്റ് ഒന്നുകൂടെ ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ സൈഡ് വേസ് ഏരിയ ആയിട്ടുള്ള 23,800 വരെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും വന്ന് ഈ ഒരു സ്വിങ്ങിന് കണ്ടിന്യൂറ്റി കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇത് ഒന്ന് മേളിലോട്ട് പോയി അതിനെ നമുക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഒരു സ്വിങ് കണ്ടിന്യൂറ്റിക്കുള്ള ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ വളരെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് മാത്രമാണ് അതിനകത്ത് നിന്ന് ഒരു എഡ്ജ് കിട്ടാൻ സാധ്യത. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സെൻസെക്സിന്റെ എക്സ്പയറി നാളെ ഉണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് പോയി നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഇതിനനുസരിച്ചിട്ടുള്ളൊരു സൈഡ് വേസ് അല്ല, ഒരു നെഗറ്റീവ് ടച്ചിൽ നിഫ്റ്റി ഒരു നെഗറ്റീവ് ടച്ച് ടു മാക്സിമം ഇതൊക്കെ പോയാലും തിരിച്ച് വന്ന് 24,240 അടുത്ത് എവിടെയെങ്കിലും നിൽക്കാനായിരിക്കും സാധ്യത. ശ്രമിക്കുന്നതാണ് മാർക്കറ്റ്, നമുക്ക് ഉറപ്പില്ല. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ സെറ്റ് ചെയ്ത് നോക്കുക. SL കൃത്യമായിട്ട് വയ്ക്കുക. ഒരിക്കലും ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് അനാലിസിസ് ആണ് പറഞ്ഞത്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് പറഞ്ഞു തന്നാണ്. എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടേതായ ഒരു അനാലിസിസും അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസും ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.